ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ
അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാസ്ഥാനപ്പെട്ടാൽ ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുതാപം വന്ന് തെറ്റുപറ്റി എന്നുള്ള ബോധത്തോടുകൂടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ചു തരും, നമുക്ക് പുതിയ ദിശാബോധം തരും, പുതിയ അനുഭവം തരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊന്നു പോയ തെറ്റെത്ര ക്ഷമിക്കാൻ വയ്യാത്ത തെറ്റാണെങ്കിലും കർത്താവ് ക്ഷമിക്കും. യുഗത്തിലും പരത്തിലും ക്ഷമിക്കാൻ പറ്റാത്ത പാവമാണെങ്കിലും കർത്താവ് ക്ഷമിക്കും. ഈ കൃപയുടെ യുഗം അനുഗ്രഹത്തിൻ്റെ യുഗമാണ്. സ്തോത്രം. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണെങ്കിലും കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് യഥാസ്ഥാനപ്പെടുന്ന ഭാഗ്യ ദിവസമായി മാറട്ടെ. യഥാസ്ഥാനപ്പെടണം. തെറ്റിപ്പോയിരിക്കുന്നിടത്ത് നിന്ന് തിരിച്ച് യഥാസ്ഥാനപ്പെടണം. തെറ്റിപ്പോയി പക്ഷേ തിരിച്ചു വരണം. മാറിപ്പോയി പക്ഷേ മടങ്ങി വരണം. വിട്ടുപോയി പക്ഷേ ചേർന്ന് വരണം. സ്തോത്രം. പത്രോസ് അനുദപിച്ചു, കൈപ്പോടെ കരഞ്ഞു. പത്രോസ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. പത്രോസ് ഏറ്റുപറഞ്ഞു. 3 പ്രാവശ്യം തള്ളി പറഞ്ഞെങ്കിൽ 3 പ്രാവശ്യം പത്രോസ് യേശുക്രിസ്തുവിൽ തൻ്റെ സ്നേഹത്തെ ഉറപ്പിച്ചുകൊണ്ട് പത്രോസ് ഏറ്റുപറഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴെല്ലാം പത്രോസ്, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് യഥാസ്ഥാനപ്പെടാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. സ്തോത്രം. നമ്മളെല്ലാവരെയും യഥാസ്ഥാനപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം എവിടെ നിന്ന് വീണുവോ ആ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തിയെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ ജീവിതത്തിൽ അവിടെ മുകളിൽ തട്ടിൽ കസേരയുണ്ട്. ആ കസേരയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ താഴ്ത്തട്ടിലേക്ക് വീണുപോയി. പക്ഷേ ആ കസേര നഷ്ടപ്പെട്ടിട്ടില്ല. ആ കസേര അവിടെ തന്നെയുണ്ട്. കർത്താവ് പറയുന്നു, മോനെ നീ കസേരയിലേക്ക് മടങ്ങി വരിക. നിന്നെ ആക്കിയിരുന്ന ശ്രേഷ്ഠമായ ആ സ്ഥാനത്തേക്ക് നീ മടങ്ങി വരിക. മോളെ നിന്നെ ആക്കിയിരുന്ന പരിശുദ്ധമായ ഇരിപ്പിടത്തിലേക്ക് നീ മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നിങ്ങൾ വിളിക്കുകയാണ് കർത്താവ്. പത്രോസ് മടങ്ങി വന്നു. പത്രോസ് പ്രസംഗിച്ചു. പത്രോസ് പരിശുദ്ധാത്മാപൂർണ്ണനായി തീർന്നു. പരിശുദ്ധാത്മാൻ നിറവ് പ്രാപിച്ചു. ആത്മാവിന് നിറഞ്ഞ അഭിഷേകം ലഭിച്ചു. ആത്മാവിന് കൃപാവരങ്ങൾ ലഭിച്ചു. വിവേചന വരം ലഭിച്ചു. വിവേചനവരം ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ അവസ്ഥ എന്ത് എന്ന് കാണാനുള്ളതായ വരം ലഭിച്ചു. അനനിയാസും സപ്പീറയും അവരെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാനോട് നീ വ്യാജം കാണിക്കുന്നുവോ എന്നാണ് പത്രോസ് ചോദിച്ചത്. പരിശുദ്ധാത്മാനോട്, പത്രോസിനോടല്ല, പരിശുദ്ധാത്മാനോട് നീ വ്യാജം കാണിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, പത്രോസ് ചെയ്ത അത്ഭുതങ്ങൾ ഇതെല്ലാം ദൈവം പത്രോസിനെ കൊണ്ട് ചെയ്യിച്ചു യഥാസ്ഥാനപ്പെട്ടപ്പോൾ. നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടാൽ, നിങ്ങൾ യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങളെക്കൊണ്ട് ചില അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് നിങ്ങളുടെ മക്കളെ വീണ്ടെടുക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ വീണ്ടെടുക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ വീണ്ടെടുക്കും. നിങ്ങൾ ഒരാളിൽ നിന്നുകൊണ്ട്. സ്തോത്രം. കഴുതമേൽ കയറി വാഹനമേറി പോയവൻ നമ്മിൽ വാഹനമേറുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ പുഷ്പങ്ങൾ വിതറും, പുഷ്പവൃഷ്ടി ഉണ്ടാകും, വഴിയിൽ വസ്ത്രം വിരിക്കും, എല്ലാവരും ഹോസന്ന പാടും. ഇതെല്ലാം ഈ കഴുതിക്ക് വേണ്ടിയല്ല, കഴുതുമേൽ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. കഴുതുമേൽ ഇരിക്കുന്നവൻ താഴെ പോയാൽ കഴുതിക്കൊരു വിലയുമില്ല. കഴുതുമേൽ ഇരിക്കുന്നവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കഴുതിക്കൊരു വിലയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹെരോദ രാജാവ് ആ കാലത്ത് യാക്കോബിനെ കൊന്നു. ദൈവമക്കളെ പിടിച്ച് കൊന്നു. ദൈവമക്കൾ വലിയ വലിയ ഭയങ്കരമായ ശിക്ഷകൾ വരികയാണ്. ക്രിസ്ത്യാനിയായി എന്നുള്ളതുകൊണ്ട്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട്, ഈ മാർഗ്ഗക്കാരെന്നാണെന്ന് വിളിച്ചത്. ഈ മാർഗത്തിലേക്ക് പോയി എന്നുള്ളതുകൊണ്ട് വലിയ ഉപദ്രവങ്ങൾ നേരിട്ടു, വലിയ പീഡകൾ നേരിട്ടു. യാക്കോബിനെ പിടിച്ചു കൊന്നു. അപ്പോഴത് യഹൂദന്മാർക്ക് സന്തോഷമായി എന്ന് മനസ്സിലായി. ഈ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് സന്തോഷമായതുകൊണ്ട് ഹെരോദാവ് ധൈര്യപ്പെട്ടു പത്രോസിനെ പിടിച്ച് തടവിലാക്കാമെന്ന്. കൊല്ലാൻ വേണ്ടിയാണ്.
വധിക്കാൻ വേണ്ടിയാണ്. വധിക്കാനായിട്ട് കാരാഗൃഹത്തിൽ പത്രോസിനെ ഇട്ടു. 4 ചേവകരുടെ കയ്യിലേക്ക് കൊടുത്തു. 4 അങ്ങനെ 4 കൂട്ടം പടയാളികൾ പത്രോസിൻ്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ടു. ഒരു കാരണവശാലും ഓടിപ്പോകരുത്, ഒരു കാരണവശാലും വിട്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഈ പത്രോസിനെ സൂക്ഷിക്കാൻ 16 പടയാളികളെയാക്കി. ഓരോ കൂട്ടവും അവിടെയുള്ള വാതിലുകളുണ്ട്. കാരാഗൃഹത്തിൻ്റെ പല വാതിലുകളുണ്ട്. ആ വാതിൽക്കൽ ഒന്നിൽ നിന്ന് കിടന്നാൽ അടുത്തതിൽ, അവിടെ അടുത്ത വാതിൽ, അവിടെ നിന്ന് കിടന്നാൽ അടുത്തതിൽ, അവിടുത്തെ വാതിൽ, അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തതിൽ, ഇങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. ഓരോന്ന് കടന്നു വേണം വെളിയിലോട്ട് പോകാൻ. ഒരിടത്ത് നിന്ന് എങ്ങനെയെങ്കിലും പത്രോസ് രക്ഷപ്പെട്ടു പോയാൽ അടുത്ത 4 പേര് പിടികൂടും. അവിടെ നിന്നെങ്കിലും രക്ഷപ്പെട്ടാൽ അടുത്ത 4 പേര്. ഇങ്ങനെ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ശക്തമായ ബന്ധവസായിരുന്നു. ഒരിക്കലും രക്ഷപ്പെട്ടു പോകരുത്. കയ്യിലും കാലിലും ചങ്ങല. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസ് അപ്പോൾ രാത്രി കിടന്നുറങ്ങുകയാണ്. എങ്ങനെ ഉറങ്ങാൻ പറ്റും? പിറ്റേ ദിവസം കൊല്ലും. ഈ ഒരു കയ്യോ കാലോ അനക്കാൻ വയ്യാതെ കിടക്കുകയാണ്. കയ്യോ കാലോ അനക്കാൻ വയ്യാതെ കിടക്കുന്നു. കൊല്ലും, ഉറപ്പാണ്. യാക്കോബിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലും. പക്ഷേ പത്രോസിന് ഒരു കാര്യം ഓർമ്മയുണ്ട്. അന്ന് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. അത് യോഹന്നാന് ശേഷം 21-ാം അധ്യായത്തിൽ കാണാം. 18-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വയസ്സനായി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരായുസ്സുണ്ട്. നീ അത്ര പെട്ടെന്ന് കടന്നു പോവുകയില്ല. അത്ര പെട്ടെന്ന് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുകയില്ല. നീ വയസ്സനാകുന്നൊരു കാലം വരും. ആ വചനം പത്രോസിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഇവിടെ എന്നെ കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നെങ്കിലും, എന്നെ കൊല്ലാൻ നിർത്തിയിരിക്കുകയാണെങ്കിലും എന്നെ കൊല്ലുകയില്ല, ഇപ്പോൾ കൊല്ലുകയില്ല. എന്തുകൊണ്ട്? കാരണം ഇനി കർത്താവ് ഒരു വാക്ക് തന്നുണ്ട്. നീ വയസ്സനായ ശേഷം, പ്രായമായതിനു ശേഷം, വാർദ്ധക്യമായതിനു ശേഷം, അപ്പോൾ വാർദ്ധക്യമായിട്ടില്ല. ആ ഒരു വാക്ക്, ദൈവം തന്നൊരു വാക്ക് മനസ്സിലുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. ദിവ്യ ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദിവ്യ ദർശനത്തിൽ കൂടി ചില എല്ലപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളതെല്ലാം പൊന്നുപോലെ സൂക്ഷിക്കണം. അതെല്ലാം രത്നം പോലെ സൂക്ഷിക്കണം. കിട്ടിയ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതായ വാഗ്ദാനങ്ങൾ. സ്തോത്രം. ദൈവത്തിന് വലിയ മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഞാൻ 1973 പപ്പായുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അന്നൊരു ദർശനം കിട്ടി. പറഞ്ഞതാണ്, എനിക്കന്ന് ദൂതിതായിരുന്നു, നീ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും. ഞാൻ വിചാരിച്ചു അത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി നിങ്ങളുടെ സുവിശേഷം പ്രസംഗിപ്പിന്ന് പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. കാരണം അന്ന് ഞാൻ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. അവിടെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു സുവിശേഷ വേല. എന്നാൽ ലോകത്തിൻ്റെ അറ്റത്തോളം നീ പോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1973 ആ വാഗ്ദത്തം തന്നിരുന്നത് അത് നിറവേറുകയായിരുന്നു 1997. സ്തോത്രം. എന്താണ് വാഗ്ദത്തം? ആ വാഗ്ദത്തം നിറവേറി ഞാൻ ഒറ്റയ്ക്ക് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യൻ സാക്ഷിയായിട്ടാണ്. ആ 97 തന്നെ ഞാൻ ഷാർജയിൽ പോയി. അന്ന് പള്ളിയുടെ പെരുന്നാളിന് പ്രസംഗിക്കാനായിട്ട് വിളിച്ച് പോയതാണ് കൺവെൻഷനിൽ. പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ അറ്റത്തോളം നീ എൻ്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞത് അങ്ങനെ കുറേശ്ശെയായി നിറവേറുകയായിരുന്നു. പിന്നെ എവിടെയെല്ലാം പോയി, ഈ കാലങ്ങളിലെല്ലാം എവിടെയെല്ലാം സഞ്ചരിച്ചു, ആരെയെല്ലാം കണ്ടു,
ഏതെല്ലാം വീടുകളിൽ താമസിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. 1975 എനിക്കൊരു വാഗ്ദാനം തന്നു. ഞാൻ അന്നും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് റൂമിലിരിക്കുമ്പോഴാണ് അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിനക്ക് നേരെ എതിർവശത്തുള്ള റൂമിൽ പോയി ഇരിക്കണ്ടേ എന്ന് ചോദിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന്. പക്ഷേ എനിക്ക് ചിന്തയില്ല. നേരെ എതിർവശത്ത് പ്രിൻസിപ്പൽസ് റൂമാണ്. സ്തോത്രം. 1975 തന്ന വാഗ്ദത്തം 1995 നിറവേറിയത്. സ്തോത്രം. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്നിപ്പോൾ ഞാനിത് പറയുന്നതും എൻ്റെ കർത്താവ് കേൾക്കുന്നുണ്ടല്ലോ. പ്രിയരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് തന്ന സ്പെസിഫിക് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. ആ വാഗ്ദാനങ്ങൾ നിങ്ങൾ അവലംബിച്ചുകൊണ്ട്, അതിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ദ്രുതഗതിയിൽ മുന്നേറുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു ഇപ്പോഴും നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് തൻ്റെ വചനം തരുന്നുണ്ട്. നാം എല്ലാവരെയും അവൻ സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതെന്ന് പറയുന്നുണ്ടല്ലോ, സ്നേഹം സ്നേഹമെന്ന്. നിങ്ങൾക്ക് അനേകം കഷ്ടപ്പാടുകളുണ്ട്, അത്യാഹിതങ്ങളുണ്ട്, അപകടങ്ങൾ സംഭവിക്കുന്നു. പിന്നെ എന്താ കർത്താവ് സ്നേഹിക്കുന്നു പറയുന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ സ്നേഹിക്കുന്നുണ്ട്, വ്യക്തിപരമായി അറിയുന്നുണ്ട്. മോനെ, നിനക്ക് ഓർമ്മയില്ല ഇന്ന് രാവിലെ നീ എഴുന്നേറ്റ് മുതൽ നീ എന്തെല്ലാമാണ് ചിന്തിച്ചതെന്ന്. എന്നാൽ എല്ലാം കർത്താവ് കാണുന്നു, എല്ലാം അറിയുന്നു. എല്ലാം അറിയുന്ന ഒരു ദൈവം, ആ നിത്യസ്നേഹമായ യേശുവിനെ നിങ്ങളുടെ നാഥനായി നിങ്ങൾ ഇനിയും സ്വീകരിപ്പാൻ വൈകരുത്. പത്രോസിന് വാഗ്ദത്തത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവവാഗ്ദത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പത്രോസ് വളരെ വളരെ കൂളായിട്ട്, ഒരു ബഹളവും കൂടാതെ, ഒരു അങ്കലാപ്പും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ പത്രോസ് തടവിൽ കിടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പത്രോസിനറിയാം, ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെയാണ്, യേശു എൻ്റെ അരികത്തുണ്ട്, യേശു എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ആ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഒരു വിശ്വാസമാണ്. എന്നാൽ പിന്നെ സംഭവിച്ചതെന്താണ്? പത്രോസിനെ കാത്ത് കിടക്കുമ്പോൾ, അടുത്ത വാക്യം, ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ 16 പേരല്ല, 18 പേരായി. 2 പടയാളികൾ പത്രോസിന് അടുത്ത് തന്നെയുണ്ട്, തൊട്ടടുത്ത്. അവരുടെ ഇടയിൽ പത്രോസ് കിടന്ന് ഉറങ്ങുകയാണ്. എങ്ങനെയായിരിക്കും ഉറക്കം? കൈ 2 ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു, കാൽ 2 ബന്ധിച്ചിരിക്കുന്നു. എങ്ങനെ കിടന്നു, എങ്ങനെ ഉറങ്ങും? ഉറങ്ങുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. കാവൽക്കാരെല്ലാം കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതനോടെ പ്രത്യക്ഷനായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്താ പറഞ്ഞത്? എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ മാലാഖ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് പ്രത്യേകം നിയോഗിച്ച മാലാഖ ഇറങ്ങി വന്നു. ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഈ അക്കരെ ചെല്ലുമ്പോഴേ ഈ മാലാഖമാരെ കാണുമല്ലോ. മാലാഖമാർ ഓരോരുത്തരെയും ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നതൊക്കെ ഞാൻ കാണുമല്ലോ. അക്കരെ ദേശത്ത് ചെല്ലുമ്പോൾ ഓരോ ചുമതല ഏറ്റെടുത്ത് മാലാഖമാർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗീയ പിതാവ് പറഞ്ഞു വിടുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുമല്ലോ. ഇപ്പോഴൊന്നും മനസ്സിലാകുന്നില്ല കർത്താവേ. മാലാഖയെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു ഭൂമിയിലേക്ക്. മാലാഖ വന്ന് പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്നാണ് പറയുന്നത്. വേഗം എഴുന്നേൽക്ക. സ്തോത്രം. എൻ്റെ ആശയം പറയാം. ഇന്ന് നിങ്ങളെ വന്ന് തട്ടുന്ന മാലാഖ ദുഃഖിതനായി പോകരുത്. നിങ്ങളെ ഓരോരുത്തരെയും ഈ മാലാഖ വന്ന് തട്ടുന്നുണ്ട്. മോളെ, വേഗം എഴുന്നേൽക്ക്. നിൻ്റെ നിരാശയിൽ നിന്ന് വേഗം ഒന്ന് എഴുന്നേൽക്ക്. നിൻ്റെ ആകുലയിൽ നിന്ന് വേഗം ഒന്ന് എഴുന്നേൽക്ക്. നിൻ്റെ ഭയപ്പാടിൽ നിന്ന് വേഗം ഒന്ന് എഴുന്നേൽക്ക്. നിൻ്റെ ഹൃദയത്തിൻ്റെ കരച്ചിലിൽ നിന്ന് വേഗം ഒന്ന് എഴുന്നേൽക്ക്. മോനെ, നിൻ്റെ ഈ രോഗാവസ്ഥയിൽ നീ ഒന്ന് വേഗം എഴുന്നേൽക്ക്. മാലാഖയാണ് തൊട്ടുന്നത്, മാലാഖയാണ് പിടിക്കുന്നത്. ചങ്ങല അഴിഞ്ഞുപോയി തന്നെത്താൻ. അവിടെയൊക്കെ 2 പേരുണ്ട്, 2 പടയാളികളുണ്ട്. അവരറിയുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. മാലാഖ വന്നവരറിയുന്നില്ല. പത്രോസിനോട് സംസാരിക്കുന്നവർ കേൾക്കുന്നില്ല. പത്രോസ് കേൾക്കുന്നുണ്ട്. പത്രോസിന് വിലാപ്പുറത്ത് മാലാഖ തട്ടുന്നത് അവരറിയുന്നില്ല. എന്നാൽ പത്രോസ്
കിടന്നുറങ്ങുമ്പോഴാണ് ഈ മാലാഖ വന്നത്, പത്രോസിന് വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറയുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ആ രംഗം ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം, കർത്താവോട് പറയണം, കർത്താവേ, ഇന്ന് ആ മാലാഖ പത്രോസിനെ തട്ടി ഉണർത്തിയതുപോലെ നാഥ, നിൻ്റെ കൃപ എന്നെ ഒന്ന് തട്ടി ഉണർത്തണമേ. നിൻ്റെ കൃപ എന്നെ തട്ടി ഉണർത്തണമേ. എൻ്റെ മയക്കത്തിൽ നിന്നെ ഉണർത്തണമേ. എനിക്കൊരു നവജീവൻ തരണമേ. എൻ്റെ മേൽ നിൻ്റെ കൃപയുടെ ശക്തി പ്രസരിക്കണമേ. എൻ്റെ സിരകളിലൂടെ നിൻ്റെ കൃപ ഒഴുകി നിൽക്കണമേ. കർത്താവ്, ഒഴുകണമേ. സ്തോത്രം. നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇപ്പോൾ ഞാനിവിടെ ഏകനായി ഇവിടെ ഇരിക്കുകയാണ്. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം നീ ഇപ്പോൾ എൻ്റെ അരികത്ത് വന്ന് പത്രോസിൻ്റെ കൈവേലിൽ നിന്നും കാലിൽ നിന്നും ബന്ധനം അഴിച്ചതുപോലെ ഇപ്പോൾ എൻ്റെ ആളത്വത്തിലുള്ള ചില ബന്ധനങ്ങളെല്ലാം അഴിച്ചു തരണമേ. ചില ബന്ധനങ്ങൾ എനിക്കുണ്ട് കർത്താവേ, ചില ബന്ധനങ്ങൾ, ചില ബാധകൾ എനിക്കുണ്ട്, ചില അശുദ്ധ ബന്ധങ്ങൾ എനിക്കുണ്ട്, അഴുക്കായ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, വേറെ ആർക്കറിഞ്ഞുകൂടാ? എൻ്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഭർത്താവിന് അറിഞ്ഞുകൂടാ, എൻ്റെ മക്കൾക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാ, ആർക്കറിഞ്ഞുകൂടാ. പക്ഷേ യേശുവേ, നീ അറിയുന്നല്ലോ, എൻ്റെ ബന്ധനങ്ങൾ നീ അറിയുന്നല്ലോ. കർത്താവേ, ആ ബന്ധനങ്ങൾ മുറുകിയിരിക്കുന്നല്ലോ. കർത്താവേ, ഇവ നീയും തൊട്ടാൽ അഴിഞ്ഞു പോകും, ഉറപ്പാണ്, എനിക്കറിയാം. യേശുവേ, ഞാൻ അഴിച്ചാൽ അഴിയുകയില്ല, എനിക്ക് അഴിക്കാൻ സാധിക്കുകയില്ല. കൈ രണ്ടും ബന്ധിതമാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നീ ഒന്ന് അഴിച്ചു തരണമേ. സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ദൈവത്തോട് പറയാൻ പറ്റുമോ? എൻ്റെ ബന്ധനങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ ബന്ധനങ്ങൾ? പലതും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അറിയാവുന്നതെന്ന് പറഞ്ഞ് ദൈവത്തോട് പറയണം. കർത്താവേ, പലതും എനിക്ക് അറിയാൻ പാടില്ല കർത്താവേ. എൻ്റെ ആളത്വത്തിൽ അങ്ങ് എനിക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അകത്ത് ഒളിഞ്ഞിരിക്കുന്നതായ ബന്ധനങ്ങളുണ്ട്. ആന്തരികമായ ബന്ധനങ്ങൾ, എൻ്റെ മനോഭാവത്തിലുള്ളതായ ചില ബന്ധനങ്ങൾ, എൻ്റെ സ്വാർത്ഥത, അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അവിശ്വാസം, ഞാൻ വിശ്വാസിയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളോട് ചേരാൻ പറ്റാത്ത വിധത്തിലുള്ളതായ എൻ്റെ ഹൃദയത്തിൻ്റെ മറുതലിപ്പ്, കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ളതായ നീരസമോ കയ്പോ വൈരാഗ്യമോ പകയോ വിദ്വേഷമായ ചില ബന്ധനങ്ങൾ, കർത്താവെ, പുറത്തു പറയാൻ കൊള്ളാത്തതായ ചില ബന്ധനങ്ങളാണ്. ചില ബന്ധങ്ങൾ പുറത്തു പറയാൻ പറ്റാത്തതാണ്. പക്ഷേ വീട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാ ചില ബന്ധനങ്ങളുണ്ട്. ചില ബന്ധനങ്ങൾ ഭാര്യ അറിയാതെ മറ്റ് സ്ത്രീകളിലേക്കുള്ള ആസക്തി കൊണ്ട് ഫോൺ മെസ്സേജസ്, ഏതെങ്കിലും തരത്തിൽ വാട്സാപ്പ് മെസ്സേജസോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളതായ രഹസ്യമായ ചില മെസ്സേജസ്, ചില ദുശ്ശീലങ്ങൾ, ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശീലങ്ങൾ മനുഷ്യർക്കാർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ മകനെ, നിനക്കറിയാം, മോളെ, നിനക്കറിയാം. ആ ബന്ധനങ്ങളെല്ലാം ദൈവത്തോട് പറയണം. കർത്താവേ, ബന്ധനങ്ങളുണ്ട്. 2 ചങ്ങലയാൽ കുടുക്കി പത്രോസിനെ ഇട്ടതുപോലെ നിൻ്റെ വിശ്വാസിയായ എന്നെ, നിൻ്റെ കൂട്ടായ്മയിൽ വരുന്ന എന്നെ ഇപ്പോഴും വിട്ടുമാറാത്ത ചില ബന്ധനങ്ങളുണ്ട്. ഇപ്പോഴും വിട്ടുമാറാത്ത ചില ബന്ധനങ്ങൾ. ഈ ബന്ധനങ്ങൾ നീ ഒന്ന് അഴിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങൾ അഴിയുന്ന മഹാഭാഗ്യമാണ്. ബന്ധനങ്ങൾ അഴിയുക, അത് ചില ശാപങ്ങളായിരിക്കാം. ഒരുപക്ഷെ ശാപങ്ങൾ പൂർവികരുടെ കാലത്ത്, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഒരുപക്ഷെ സംഭവിച്ചു പോയ ചില കാര്യങ്ങൾ മൂലം തലമുറകളായി ബാധിച്ചു വരുന്ന ചില ബന്ധനങ്ങളുണ്ട്, ചില ബാധകളുണ്ട്, വിട്ടുപിരിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില ശാപങ്ങളുണ്ട്. എന്തെല്ലാമോ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. കർത്താവ്, എന്താണ് ഇങ്ങനെ വരുന്നത്? എനിക്കൊരിക്കലും ആഗ്രഹമില്ലാത്ത ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ കൂടി പോകുന്നു. എന്താണ് ഇങ്ങനെ വരുന്നത്? ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ചില ചിന്തകൾ എൻ്റെ നാവിൻ്റെ അറ്റത്ത് വന്ന് വാക്കുകളായി പുറപ്പെടാൻ തുടങ്ങുന്നു. പക്ഷേ പറയുന്നില്ല എങ്കിലും അതിൻ്റെ നാവിൻ്റെ അറ്റത്ത് വന്നു പോകുന്നു. കർത്താവ്, എന്താണ് ഇങ്ങനെ വന്നു പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ്, എനിക്ക് പിടികിട്ടാത്ത വിധത്തിൽ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ചില വികാരങ്ങൾ എന്നിൽ ഉണർന്നു വരുന്നു. കർത്താവെ, അതെന്താണത്? ഓരോന്നും നിങ്ങൾ ദൈവത്തോട് പറയണം. ഓരോന്നും പറയണം. കർത്താവേ, എൻ്റെ ഈ ബന്ധനങ്ങളെല്ലാം മായ്ച്ചു തരാൻ, അഴിച്ചു തരാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അനേകം ബാധകൾ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. എൻ്റെ കുടുംബം അനേകം ബാധകൾ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണവന്മാരുടെ കാലം മുതലേയുള്ള ചില ബാധകളോ ബന്ധനങ്ങളോ എൻ്റെ കുടുംബത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കാത്തത്, അതുകൊണ്ടാണ് രോഗം മാറാത്തത്, അതുകൊണ്ടാണ് ആപത്ത് വിടാതെ പിന്തുടരുന്നത്, അതുകൊണ്ടാണ് എപ്പോഴും നിരാശ വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് എപ്പോഴും മനസ്സിന് സ്വസ്ഥതയില്ലാതിരിക്കുന്നത്, അതുകൊണ്ടാണ് എപ്പോഴും ഉള്ളിൽ നിന്നൊരു ആന്തൽ വന്നുകൊണ്ടിരിക്കുന്നത്.
ഒന്നിലും തൃപ്തിയില്ലാതിരിക്കുന്നത് അതുകൊണ്ടാണ്. കർത്താവേ, ചില ബന്ധനങ്ങളോ ചില ബാധകളോ എൻ്റെ മേലുണ്ട്. നാഥാ, നീ തൃക്കൺപാർ തന്നെ നോക്കിയിട്ട് നിൻ്റെ തൃക്കൻ്റെ നീട്ടിയിട്ട് നാഥാ ഇനിയും തൊടണമേ, ഈ ബന്ധനങ്ങൾ മാറ്റി തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ബന്ധനങ്ങളെല്ലാം മാറ്റി എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. സ്വതന്ത്രനായ നിന്നെ സ്തുതിപ്പാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. ജയിലിൽ നിന്ന് എന്നെ പുറപ്പെടുവിക്കണമേ, നിന്നെ സ്തുതിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, ഇതിന് നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ആത്മാവ് കാരാഗ്രഹത്തിലാണ്, ആത്മാവ് ബന്ധനത്തിലാണ്. എൻ്റെ കർത്താവേ, എൻ്റെ പ്രായത്തിന് അപ്പുറമുള്ള ചില ബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനിന്ന് 10-18 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ 18 വയസ്സിനോ അല്ല 16 വയസ്സിനോ അതിനപ്പുറമുള്ള 35-40 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ്റെ ബന്ധനങ്ങളെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. അതുപോലുള്ള വേണ്ടാദിനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവെ, പുറത്ത് പറഞ്ഞ് അറയ്ക്കുന്നതായി ബന്ധനങ്ങളും ബാധകളും എൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ശാപങ്ങളായി എന്നെ വേട്ടയാടുകയാണ്. ശാപങ്ങൾ. ദൈവത്തിന് സ്തോത്രം. 7-ാം സംഘത്തിന് 1-ാം വാക്യം മുതൽ വായിക്കാം. 7-ാം സംഘത്തിന് 1-ാം വാക്യം മുതൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനേകം ബാധകളും ബന്ധനങ്ങളുണ്ട്, ശാപങ്ങളുണ്ട്. അതുകൊണ്ടാണ് നാളുകളായി ഞാൻ ആഗ്രഹിച്ചിട്ടൊരു വിവാഹം നടക്കാത്തത്. അതുകൊണ്ടാണ് നല്ലൊരു ആലോചന വരാത്തത്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം കിട്ടാത്തത്. എത്ര രൂപ കിട്ടിയാലും അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നത് അതുകൊണ്ടാണ്. രൂപ കൂടി കിട്ടുന്നുണ്ട്, പക്ഷേ ശമ്പളം കൂടുതലുണ്ട്. എന്നാൽ ശമ്പളത്തെ കൂടിയാലും എൻ്റെ ജീവിതത്തിൽ ഞെരുക്കം മാറുന്നില്ല, വറുതി മാറുന്നില്ല. അത് കാരണം ചില ബന്ധനങ്ങൾ, ചില ബാധകളാണ്. എൻ്റെ കയ്യിലൊന്നും തങ്ങുന്നില്ല, ഒന്നും തങ്ങുന്നില്ല. എൻ്റെ കൈ ചോർന്നു പോകുന്നു. കയ്യിൽ കിട്ടുന്ന രൂപയെല്ലാം ചോർന്നു പോകുന്നു. എൻ്റെ കയ്യിൽ തങ്ങുന്നില്ല. സ്തോത്രം. വായിച്ചേ. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കർത്താവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണം. വേട്ടയാടുന്നു. അനേകരെന്നെ കൊല്ലാൻ വരുന്നു, അനേകരെന്നെ നശിപ്പിക്കാൻ വരുന്നു, അനേകരെന്നെ നിത്യാഗ്നിയിലേക്ക് തള്ളാൻ വരുന്നു, അനേകരെന്നെ നിത്യന്യായവിധിയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നു. കർത്താവേ, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. 122 സങ്കീർത്തനം 1-ാം വാക്യം. 128 1-ാം വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. എൻ്റെ കൈകളിലെ അധ്വാന ഫലം നീ തിന്നും. എന്താണ്? ഇന്ന് അധ്വാനം ചെയ്യുന്നുണ്ട്, അധ്വാന ഫലം കിട്ടുന്നുണ്ട്, കയ്യിൽ അധ്വാന ഫലം കിട്ടുന്നുണ്ട്, പക്ഷേ തിന്നാനൊക്കുന്നില്ല. നിന്റെ കയ്യിൽ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിനക്ക് ഇന്ന് നീ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, യഹോവയിലേക്ക് തിരിഞ്ഞാൽ നിനക്ക് നന്മ വരും. നീ ഭാഗ്യവാനാണ്. ഇന്ന് ഈ കാര്യങ്ങൾ നീ മനസ്സിലാക്കുമ്പോൾ മകനെ, നീ വേഗം തിരിയുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? ബാധകളുണ്ട് നിങ്ങൾക്കറിയാമോ? ബന്ധനങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ? ബാധകളെല്ലാം മാറ്റാൻ ക്രിസ്തു ശക്തനാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ കെട്ടുകളും പൊട്ടിക്കുന്ന ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ ഓടി വന്ന്, കർത്താവേ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, എൻ്റെ ബാധകൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കൂ. ശാപങ്ങളും ദോഷങ്ങളും നീക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ഒട്ടും മടിക്കേണ്ട, കൊടുക്കാൻ മടിക്കേണ്ട. കൈക്കൊള്ളാൻ മനസ്സുള്ളവനാണ്. എത്ര വികൃതമാണെങ്കിലും അവൻ കൈക്കൊള്ളും, എത്ര വിരൂപമാണെങ്കിലും അവൻ കൈക്കൊള്ളും, എത്ര മ്ലേച്ഛമാണെങ്കിലും അവൻ കൈക്കൊള്ളും. മകനെ, നിൻ്റെ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. അവൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ മനസ്സുള്ളവനാണ്. കൊടുക്കൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഏൽപ്പിക്കൂ യേശുവിൻ്റെ കൈകളിലേക്ക്. യേശു നിങ്ങളുടെ ബാധകൾ മാറ്റി നിങ്ങൾ വിശുദ്ധീകരിച്ച് നിങ്ങളുടെ ബന്ധനം അഴിച്ച് നിങ്ങൾ സ്വതന്ത്രരാക്കി തീർക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിത്യോന്നതനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ദാനമായി തന്നതിനാൽ സ്തോത്രം. അടിയങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ പകർന്നതിനായി സ്തോത്രം. ഞങ്ങൾ അയോഗ്യരെങ്കിലും അവിടുന്ന് ഞങ്ങളെ സന്ദർശിച്ചതിനായി സ്തോത്രം. യേശുവേ, നിത്യ ശോഭന തീരത്തേക്ക് എത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. എല്ലാവരെയും നാഥ അവിടെ തലോടണമേ. ഓരോരുത്തരെയും കണ്ണുനീര് തുടയ്ക്കണമേ കർത്താവേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. ഹോസ്പിറ്റൽ രോഗികളായി കിടക്കുന്നവരെ അവിടെ സന്ദർശിക്കണമേ കർത്താവേ. ഭാരങ്ങൾ അകറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, സമാധാനം നൽകണമേ, കുടുംബശാന്തി അരുളണമേ. എല്ലാവരെയും സുവിശേഷകരാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.